ഇവിടെ കുറച്ച് പെയിന്റ് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു പെയിന്റ് അടിക്കാനുള്ള പരിപാടി ഇരിക്കും. പക്ഷെ അല്ല, നമുക്കിന്ന് പെയിന്റ് വെച്ചിട്ട് ക്ലേ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ഇത് മിക്കവാറും ചെയ്തിട്ടുള്ളവരായിരിക്കും. എന്നാലും ഞാൻ കാണിച്ചു തരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന ഒരു മെത്തേഡായിരിക്കണം എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇത് കുറേ വട്ടം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു പെയിൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഇത് ഞാനിപ്പോൾ എടുത്തേക്കണ ഈ ഒരു പെയിൻ്റാണ്. ഇത് എന്ന് വെച്ചാൽ തീർന്ന പെയിൻ്റാണ്. എന്ന് വെച്ചാൽ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണ മാതിരിയുള്ള ഉണ്ടോ ഇങ്ങനത്തെ കളറുള്ള ഒരു പെയിൻ്റാണ്. അപ്പം നമുക്കിത് പൂർണ്ണമായിട്ടൊന്ന് വടിച്ചെടുക്കാം. നമുക്ക് ഈ പെയിൻറ് മാത്രമല്ല കേട്ടോ, എണ്ണയും കൂടെ വേണം. സമയം നമ്മൾ കുറച്ച് എടുത്തെടുത്ത് ഇപ്പം ഇത്രയായി. നമ്മൾ ഈ പെയിൻറ് മുഴുവൻ എടുക്കുന്ന എത്രയാണോ അത്രയും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത്രയും ക്ലൈയുടെ ടെസ്റ്ററും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് കൈ കഴുകി വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇതൊരു ടെക്സ്റ്ററാക്കി ഇനി നമുക്ക് എടുക്കണം. അങ്ങനെ ഇതേമാതിരി നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ പെയിൻറ്റിൽ തൊടാൻ പറ്റത്തുള്ള. അപ്പം ഇതേമാതിരി നല്ല സോഫ്റ്റ് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഫുള്ളും ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു ക്ലേയിൽ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല, എണ്ണ തന്നെ വേണം. കാരണം വെള്ളം ചേർത്ത് നമ്മുടെ കയ്യിൽ മൊത്തമായ സ്വെറ്റാവും. ഇത് തിരിച്ചിട്ടണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. തിരിച്ചിട്ടുന്ന കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നമുക്കിതേപോലത്തെ സോഫ്റ്റ് ക്ലേ